ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ക്രോഫോർഡ് കൺസർവേഷൻ ഏരിയ കാണാൻ പോകും. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിഹാസിനെ പിക്ക് ചെയ്യും, എന്നിട്ട് അവിടുന്ന് അങ്ങനെ കൺസർവേഷൻ ഏരിയ കാണാൻ പോകും. എന്നിട്ട് അവിടെ പോയിട്ട് കാണിച്ച് നിഹാസ് വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ എത്തി. എന്തൊരു സാധനം, വീടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ അല്ല മരത്തിന്റെ ഇതും കൊണ്ട്, തൊലി കൊണ്ടുണ്ടാക്കിയ വീടാണത്. മനസ്സിലായോ? ഇതാണ് കൺസർവേഷൻ ഏരിയ. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണം. അങ്ങനെ പിന്നെയും ഞങ്ങൾ ഡെറലിനെ കണ്ടു, ഗൗതമിനെ കണ്ടു, പിന്നെ അനൂപ് ഇനി ഒന്നും വായ തുറക്കില്ല എന്ന് പറഞ്ഞു. അനൂപിനെയും കണ്ടു. അനൂപിനെ ഒന്നും തിരിയോ? ഹായ് നിഹാസ്. എന്തോ എന്തോ ലണ്ടനിലുള്ള നമ്മളിങ്ങനെ വട്ടത്തിൽ നടന്നു പോയത്. മറ്റേ ചുറ്റും മറ്റേ വേലി. മൂസിന്റെ അതാണ്. നമുക്ക് എന്തെങ്കിലും കാണുന്നതാണോ? അത് സ്ലൈഡാ. മറ്റേ ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിക്കണ പോലെ ഫോസിൽസ്. ഓരോ സ്ലൈഡ് മാറ്റിക്കഴിഞ്ഞാൽ ഓരോ സാമ്പിൾ വരും. അങ്ങനെ തിരിക്കുക. അപ്പോൾ ലൈറ്റ് അത് സാമ്പിൾ ആടിന്റെ മന്തിയല്ല തലയൊട്ടി മീതെ തൂക്കും. ഇവിടെയാണ് മറ്റേ കുടിച്ച് നടത്താറ്. കനുണ്ടല്ലോ.
ചാണകത്തിൽ മുക്കിയതാ. നാട്ടില് കൊയ്ത്ത് കഴിഞ്ഞ വീട്ടിൽ പൊക്കിട്ടത് ബീവറിന്റെ ആണിത്. നല്ല സുഖം. എന്താ കാല് വാവേലല്ലേ? ഉണ്ട്. $1000 സംതിങ് ആയിട്ടായിരുന്നല്ലേ അന്ന് റേറ്റ്. സ്ക്യൂരലിന്റെ ഉണ്ടായിരുന്നോ? അത് ചെറിയ റേറ്റ് ആയിരുന്നു. മണ്ടൻ വിശ്വസിച്ച ഇവിടെ ഇരുന്നോ എന്നിട്ട് അങ്ങനെ ചെയ്യാ. ഇരുന്നിട്ട് പാത്രം വെക്കുക അങ്ങനെയൊക്കെ എന്താ ഒരല് പണ്ടത്തെ അല്ലാതാ. അവിടെ ചെരുപ്പ് കണ്ടോ? Because they would have needed fires all year round. In summer, it would have warm enough that you wouldn't be able to see them. That's right. We added the skylights so you can see them. They would have had small chimneys, so you wouldn't have got a lot of light. So basically, year round, the top third of the lawn has to be full of smoke. So you wouldn't want to sleep up there. They would all be on the roof. They did hang corn, any meat or deer or fish that they would have acquired. So yeah, it's all dried out. The nice thing with the top or the third being full of smoke, it kept away mice and squirrels. വാഷ്റൂമാണോ? പണ്ടത്തെ എംപ്ലോയീസ് ഓൺലി. പണ്ട് എംപ്ലോയീസ് ആണ് നല്ല മണം. പുതിയ ഇതെന്താ കാശായതിന്റെ മണം? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ അമ്പും വില്ലുമാണ്. അത് പണ്ടവർ ടെന്നീസ് കളിക്കാൻ ഉപയോഗിച്ചത്. മീൻ പിടിക്കാൻ ടെന്നീസ് കളിക്കാൻ കിട്ടിയില്ല.
അതില്ല. അതുകൊണ്ട് നമ്മൾ പോണ വഴിക്ക് ഒരു ചെറിയൊരു പാർക്കിൽ കയറി പാച്ച് മേടിക്കാൻ കയറി ഉള്ളിൽ കൂടെ കണ്ടിരുന്നു. ആ ചെയ്യേ ചെയ്യേ. കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാണ്? അതൊരു നായി ഉണ്ട് അവിടെ. ചെന്നായ ഇതൊക്കെ സ്പീഷീസ് റിസ്ക്കാണ്. ഗ്രേ ബോർഡ് ഇല്ലല്ല. നടന്നാ പോരെ. ഈ രണ്ടെണ്ണം എടുക്കുമ്പോഴാണല്ലോ നമ്മുടെ കള്ള സണ്ണിക്കുട്ടോ ആണ്. മൊളീനയുടെ ഇന്ത്യയാണ്. കുഴപ്പമില്ല. കീപ്പർ എമി മാർട്ടിനോ. പിന്നെ പക്ഷെ അവൻ അവസാനം നന്നായിട്ട് കളിച്ചു കേട്ടോ. അതല്ല പറയണത്, വെറും തെണ്ടിയാണ്. അന്ന് കപ്പടിച്ചിട്ട് ഇങ്ങനെ ആ അത് ഇപ്പൊ യമാല് ചെയ്തു ഇവനെ വെച്ചിട്ട്. യമാല് ഇവന്റെ മുഖം വെച്ചിട്ട് പണ്ട് എംബാപ്പേനെ കാണിച്ചത് ഓർമ്മല്ലേ? അതേപോലെ യമാല് ഇവനെ ചെയ്തു. ഒരു മിനിറ്റ്, ഈ 2022 വേൾഡ് കപ്പ് ജയിച്ചിട്ട് അവൻ ബെസ്റ്റ് ഗോൾ കീപ്പറായി. അത് കഴിഞ്ഞിട്ട് 2024 അവൻ തന്നെ ബെസ്റ്റ് ഗോൾ കീപ്പർ കൊടുത്തു. അത് മാത്രം അടി മാത്രം ഉണ്ടായിരുന്നല്ലോ. ആണെങ്കിൽ ഗോൾഡൻ ബോള് മെസ്സിക്ക് കൊടുക്കണം. അത് റോഡ്രിക്ക് കിടന്നത് വെറുതെ. പിന്നെ അത് റോഡ്രിക്ക് പിന്നെന്താണ് കീപ്പർ പറയാൻ പറ്റില്ല. ഡിഫൻസിന്റെ എല്ലാരും കളിച്ചിട്ടുണ്ട്. യമാനൊക്കെ ആവറേജ് എല്ലാരും ഇരിക്കുന്നത് ഒരു കാടിന്റെ നടുവിൽ. ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. നൈസ്. അത് നേരെ പോണത് ഹൈവേക്കാണല്ലോ. നമ്മളിവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും സപ്ലൈസ് ആണ് മെയിൻ തിങ്. സപ്ലൈസ് സോംബി കണ്ട ബി വന്ന് കഴിഞ്ഞാൽ നീ കൂടെ ഓടും. അപ്പോഴാണ് സോംബി. അത് വാസായിരുന്നു. ട്രാൻസ്പെറന്റ്. ഇതിനെയാണ് കേട്ടോ ട്രാൻസ്പെറന്റ് ലീഫ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പുഴു കടിച്ച ഇല. എന്താ പറയുന്നത്? ലംബം ഹൈപ്പോട്ടൻസ് എന്താ പറയും? വികരണം. അതന്നെ മലയാളം മീഡിയം. വികരണം. എന്നാ പിന്നെ എനക്ക് അവിടെ നിന്നാ പോരെ. മറ്റേ സ്ലോ മോഷനിൽ ഞാൻ നടക്കുന്നത് മറ്റേ പൃഥ്വിരാജ് ഇല്ലേ ഇങ്ങനെ. അയ്യോ
നമ്മൾ വിളിക്കും അവര് മൂന്നാമത്തെ അവരാ ലൂപ്പിലോ അവർ ഓൾറെഡി ലൂപ്പിലായിരിക്കും. മറ്റേ ഗെറ്റ് ഔട്ട് സിനിമയിലുള്ള പോലെ അല്ല ഇതിന് ഡെഡ് എൻഡ് ഉണ്ടാവും. കാരണം ഇവര് നമ്മളെക്കാളും മുന്നേ ട്രൈ ചെയ്തത് ഡെഡായിട്ട് ഉണ്ടാവുമെന്ന് എൻ്റെ പേടി. അവർ തിരിച്ചറിയല്ലേ നേരത്തിലല്ലേ, അത് നമുക്കും പ്രതീക്ഷിക്കാം. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ മുക്കുറ്റി പോലെ ഒരു സാധനം കണ്ടു ഞാൻ. ഇത് തുമ്പ പോലല്ലേ ഈ വെള്ള, നിങ്ങൾക്ക് കാണാനുണ്ടോ? കണ്ടോ, ഇവിടെ നിറയേണ്ടത്. അവരൊക്കെ അവിടെ എത്തി, ഞാൻ ഓടാട്ടോ. അവനൊന്ന് കവറാക്കണം. വേറെ എല്ലാവർക്കും തോന്നുന്നു, എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ കുഴപ്പമില്ല. ആ ഫോക്സിലാണ്. വിദൂരയിൽ നടന്നു പോകുന്ന ഏതോ ഒരു മനുഷ്യൻ. ഇത് നമ്മുടെ മഞ്ഞുമല്ലീശ്വര ഉള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ നടക്കുന്നത്. വീട് കഴിഞ്ഞാണ്ടല്ലോ അത് വിളിക്കാൻ പോലുള്ള ജീവൻ ഉണ്ടാവില്ലല്ലോ. പൊടി പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ കമ്പ് എത്ര മിനിറ്റ് കൊണ്ട് താഴെ ആഴെ ഞാൻ കണ്ടുപിടിക്കട്ടെ. അലറണ സൗണ്ട് കേൾക്കാം. അത് കോലിനേക്കാളും മുന്നേ ചിലപ്പോൾ ഇടുന്നല്ലേ വിചാരിച്ചല്ലേ. ഈ മാർക്ക് ഈ ട്രയലിൻ്റെ മാർക്കാണ്. ഓരോ ഇൻ്റർസെക്ഷൻ എത്തുമ്പോഴും ഓരോ കളറിൽ ഓരോ ട്രയൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വൈറ്റ് ട്രയലാണ്, ബ്രൂസ് ട്രയലിനാണ് ഇതിൻ്റെ പേര്. അപ്പോൾ വഴി തെറ്റാതിരിക്കാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് ഓരോ മരത്തിലും ഉണ്ടാവും. ഇത് അടുത്ത മാർക്കിംഗ് ആണ്. അപ്പം അതിനർത്ഥം നമ്മൾ പോകുന്ന വഴി തെറ്റിയിട്ടില്ല. ഇനി ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണ് ഗൈസ്, കുറച്ച് ദൂരത്തിന്. കാരണം ഇങ്ങനത്തെ വഴിയാണ്, അപ്പോൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ മോന്തി കുത്തി വീഴും. ഓക്കെ, ഡേഞ്ചർ. ഇല്ല, ഐ ആം ദ ഡേഞ്ചർ. ഞാൻ വിശ്വസിക്കും. മറ്റേ ഔട്ട്ഡോർ ഹൈക്കിങ്ങിന് മാത്രം ഒരു ഇതുമില്ല. വിശ്വസിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ അമേരിക്ക ഫാമിലി ലൈഫിൽ ലീഡ് ചെയ്യുക.
അമൽ ഇത് നിനക്ക് വേണ്ടിയാണ്. ഇതിന്റെ ശേഷം അവര് പിന്നെ എല്ലാം മറന്നു. ഇവിടെ വരെ വന്നപ്പോഴത്തേക്കിന് കല്ല് തീർന്നു. ഇവിടെ വേറെന്തോ ഉണ്ട്, വിന്റർ ആക്ടിവിറ്റി എന്തോ ഉണ്ട് ഈ കാട്ടിൽ. നടുവ് പോയിട്ടല്ലേ? അവിടെ കുറെ മഞ്ഞുണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് ശരിക്കും ആയിരിക്കും കേട്ടോ. ഞങ്ങൾ ഇപ്പൊ തന്നെ 86 മിനിറ്റ് 30 സെക്കൻഡ് നടന്നു. നല്ല ട്രയലായിരുന്നു. നല്ല ട്രയലായിരുന്നു. നമ്മൾ മൊത്തം 1 മണിക്കൂർ 39 മിനിറ്റ് നടന്നു. 4.18 കിലോമീറ്റർ. പക്ഷേ ഞാൻ അതിൻ്റെ മുന്നേ ഓണാക്കാൻ മറന്നു. പക്ഷെ കുറച്ചേ വന്നിട്ടുള്ളൂ. അതിന് ഡെറിലിൻ്റെ അഭിപ്രായം ചോദിക്കാം. എന്താണ് ട്രയലിനെ കുറിച്ചുള്ള അഭിപ്രായം? കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ വിന്ററിൽ രസമുണ്ടാവും. വിന്ററിൽ ഇങ്ങനെയാണ് അത്ര ഇവിടെ. അങ്ങനെ ഇന്നത്തെ ഹൈക്കിംഗ് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. എന്നിട്ട് വീട്ടിൽ പോകും. ഒരു ഹായ് പറയൂ. ഹായ്. ഇപ്പം എത്രയുള്ളൂ? ബൈ.